ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പഡയം. കാർപ്പഡയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് PSC പബ്ലിഷ് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് അനാലിസിസാണ് നടത്താൻ പോകുന്നത്. അതായത് ഒരു ട്രെൻഡ് പൊതുവായിട്ട് PSC ഇപ്പോൾ പാലിക്കുന്നുണ്ട്. അതായത് ലിസ്റ്റ് ചുരുക്കുക, കട്ട് ഓഫ് കൂട്ടുക എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിലവിൽ വന്ന ലിസ്റ്റുകൾ വെച്ച് ഞാനൊരു താരതമ്യം നടത്തി നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഈ ഒരു നിലക്കായിരിക്കും ഇനിയുള്ള ലിസ്റ്റുകൾ പുറത്തു വരാൻ പോകുന്നത്. സോ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കണം. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിന് അനുപാതികമായിട്ടുള്ള ആളുകൾ എടുക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും പൊതുവെ കട്ട് ഓഫ് പറയാറ്. ഇനി അങ്ങനെ കഴിയില്ല. നിയമനത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇനി PSC ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനനുസരിച്ചായിരിക്കും ലിസ്റ്റ് വരാൻ പോകുന്നത്. നമുക്ക് അതായത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകൾ അല്ലെങ്കിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച 2022-ലോ 2023-ലോ ഒക്കെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകൾ പ്രകാരം ഓരോ പോസ്റ്റിൽ ഈ പറയുന്ന കുറച്ചെടുത്ത ഉദാഹരണം എടുത്ത പോസ്റ്റുകളിൽ എത്ര ആളെടുത്തിരുന്നു എന്നുള്ളത് നോക്കാം. UPST എന്ന് പറയുന്ന UP സ്കൂൾ ടീച്ചർ 2022-ൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ 260 പേര് മെയിൻ ലിസ്റ്റിലും 260 പേര് മൊത്തം ലിസ്റ്റിലും 142 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. വയനാട് നോക്കിയാൽ 460 പേരാണ് മൊത്തം ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 298 പേരുണ്ടായിരുന്നു. SI ആമഡ് എടുത്ത് നോക്കിയാൽ സ്റ്റേറ്റ് ലെവലാണ് 1428 പേര് മൊത്തം മെയിൻ ലിസ്റ്റിലും 912 പേര് മൊത്തം ലിസ്റ്റിലും 912 പേര് മെയിൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. SI സിവിൽ എടുത്ത് നോക്കിയാൽ 2785 പേര് മൊത്തം ലിസ്റ്റിലും 1739 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. LPST വയനാട് LP സ്കൂൾ ടീച്ചർ വയനാട് നോക്കിയാൽ മെയിൻ ലിസ്റ്റിൽ 391 പേരും മൊത്തം ലിസ്റ്റിൽ 611 പേരുണ്ടായിരുന്നു. ഇനി ഇത് 2024-ലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 2024-ലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പത്തെ ലിസ്റ്റിൽ 260 പേരുണ്ടായിരുന്ന അവിടെ പത്തനംതിട്ടയിലെത്തിയപ്പോൾ 228 പേരായി, കുറച്ച് കുറഞ്ഞു. മെയിൻ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി 3-1 ചുരുങ്ങിയിട്ടുണ്ട്. കാരണം 142 പേരുള്ളതിൽ 99 പേരായി. ചെറിയ ലിസ്റ്റ് ആവുകൊണ്ട് വലിയ മാറ്റം മനസ്സിലാവില്ല. ബാക്കി ലിസ്റ്റ് നോക്കിയാൽ, വലിയ ലിസ്റ്റുകൾ നോക്കിയാൽ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. വയനാട് എടുത്ത് നോക്കിയാൽ 460 പേരെടുത്തിരുന്ന സ്ഥാനത്ത് 270 പേര് പകുതിയായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ലിസ്റ്റ് 298 പേര് മെയിൻ ലിസ്റ്റിലുള്ളത് 124 പേരായി. അതായത് പകുതി പോലും ഇല്ല അവിടെ. SI ആമഡിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ 1428 പേരാണ് മുമ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ 2024-ൽ 115 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഫിസിക്കൽ എക്സാമുള്ള ടെസ്റ്റുള്ള ഒരു എക്സാമിന് 115 പേര് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സോ എല്ലാം കഴിയുമ്പോൾ ഒരു 10-20 പേര് കിട്ടിയാൽ ഭാഗ്യം. സോ മെയിൻ ലിസ്റ്റിൽ 912 പേരാണ് ഉണ്ടായിരുന്നത്. അത് 52 പേരാക്കി ചുരുക്കി. ഇത് എത്ര ശതമാനമാണ് കുറച്ചു എന്നുള്ളത് പോലും കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. SI സിവിലേക്ക് വന്നാൽ 2785 പേരുണ്ടായിരുന്നത് 533 ചുരുക്കി. 7-1 ചുരുക്കി എന്ന് പറയാം. 1739 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 322 പേരായി, 6-1 ചുരുക്കി. ഇതും ഫിസിക്കലുള്ള പോസ്റ്റാണ്. അവസാനമായിട്ട് വന്ന് LPST വയനാട് 611 പേരുണ്ടായിരുന്നത് പകുതിയായിട്ട് 310 ചുരുക്കി. 391 ഉണ്ടായിരുന്നത് പകുതിയാക്കി 152, പകുതി പോലും ഇല്ല മെയിൻ ലിസ്റ്റിൽ. സോ ഇങ്ങനെയാണ് PSCയുടെ ഒരു ട്രെൻഡ്. സോ അതിൽ നമുക്കൊരു അതായത് മുൻ ലിസ്റ്റിൻ്റെ എത്ര ശതമാനത്തോളം എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ UPSC പത്തനംതിട്ട 70% ആളുകൾ എടുത്തിട്ടുണ്ട്. വയനാട്ടിലേക്ക് വന്ന 41% മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പ്രീവിയസ് മെയിൻ ലിസ്റ്റിനെ വെച്ച് നോക്കിയാൽ അതിൻ്റെ 41% മാത്രമാണ് LPST വയനാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 50% പോലും ഉൾപ്പെടുത്തിയിട്ട് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഇവിടെയാണ് നമ്മുടെ കട്ട് ഓഫുകളെല്ലാം പ്രവചനാതീതമായി പോകുന്നത്. ഇനി അങ്ങോട്ട് ഈ ട്രെൻഡാണെങ്കിൽ കട്ട് ഓഫ് കറക്റ്റും ആവും. സോ എങ്കിലും ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ LP UP ആണെങ്കിലും SI ആണെങ്കിലും ഉണ്ടായിരുന്നത് പഠന നിലവാരം കൊണ്ടായിരുന്നു കട്ട് ഓഫ് വരുന്നത്. ഇവിടെ ഇപ്പം വന്നിട്ടുള്ളത് ആളുകളെ കട്ട് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
കട്ട് ഓഫ് ഉയർന്നിട്ടുള്ളത്. ഇവിടെ പഠന നിലവാരം ഉയർന്നതായിട്ട് എവിടെയും കാണുന്നില്ല. എക്സാം അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ PSC എന്ത് ചെയ്തു, നന്നായിട്ട് പകുതി അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ലിസ്റ്റ് വെട്ടിക്കുറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കട്ട് ഓഫ് കുതിച്ചു വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് ഈ 2024-25 പഠിക്കുന്നവർ ഒരിക്കലും ഇത് മനസ്സിലാക്കരുത്. കട്ട് ഓഫ് ഉയരുന്നത് പഠന നിലവാരം ഉയർന്നത് കൊണ്ടല്ല, മറിച്ച് വാക്കൻസികളും ലിസ്റ്റിൻ്റെ വ്യാപ്തിയും കുറയുന്നത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വം ഇതാണ്: കട്ട് ഓഫ് കൂടുന്നത് ഒരിക്കലും പഠന നിലവാരത്തിൻ്റെയോ ഇപ്പോൾ നിലവിൽ വന്ന ഈ ഒരു ട്രെൻഡിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് ലിസ്റ്റ് ചുരുക്കിയത് കൊണ്ട് മാത്രമാണ്. SI ആമഡിൻ്റെ കാര്യം നോക്കൂ. പഴയ ലിസ്റ്റിലെ 5.7% മാത്രം ആളെയാണ് എടുത്തിട്ടുള്ളത്. 10% പോലും ആളെടുത്തിട്ടില്ല. SI സിവിൽ എടുത്ത് നോക്കിയാൽ 18.5%, 20% പോലും ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. LP വയനാട് എടുത്ത് നോക്കിയാൽ 38%. കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിനെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ 38% പേരെ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ 43 പേര് കുറവാണ് പത്തനംതിട്ട, വയനാട് 174 പേര് കുറവാണ്, ആമഡിൽ 860 പേര് കുറവാണ് മെയിൻ ലിസ്റ്റ് വെച്ച് നോക്കിയാൽ. സിവിലിൽ മെയിൻ ലിസ്റ്റിൽ 1417 പേര് കുറവാണ്. LPST വയനാട്ടിൽ 239 പേര് കുറവാണ്. സോ ഇത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കാൻ. ഈ ഒരു ട്രെൻഡിനനുസരിച്ചായിരിക്കും വരാൻ പോകുന്ന കട്ട് ഓഫുകളെല്ലാം എന്ന് മനസ്സിൽ ഇരുത്തി പറയുക. അതായത് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള അഡ്വൈസ് എടുത്ത് നോക്കുക, എത്ര ശതമാനം കടന്നു പോയിട്ടുണ്ട്. അതിനേക്കാളും ഒരു 10%, 20% അധികം മാത്രം പേരെയാണ് PSC ഉൾക്കൊള്ളിക്കുന്നത് ലിസ്റ്റിൽ. ഇതെന്തിനാണ്, ഈ ഒരു ലോജിക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മുമ്പും PSC പയറ്റിയിരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു കറക്റ്റായിട്ട് ആളുകൾ എടുക്കുക. മുമ്പൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടും, പോരാത്തതിന് സപ്ലിമെൻ്ററിൽ നിന്നും ജോലി കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം 2025, 26, 27, 28 ഈ കാലഘട്ടങ്ങളിലാണ് എല്ലാ പോസ്റ്റുകളിലും മാക്സിമം ഒഴിവുകൾ വരാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് കുറവായിരിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തിരുന്നത് പ്രീവിയസ് ബാക്കിലേക്ക്. സോ അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഒരു 4-5 വർഷത്തിനുള്ളിലാണ് മാക്സിമം വേക്കൻസി വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ വേക്കൻസി ക്രമാതീതമായി കുറഞ്ഞ് വരും. ഇവിടെ PSCക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും, അതായത് ഇപ്പോൾ നമുക്കറിയാം പല ഡിബേറ്റുകളും നടന്നിട്ടുണ്ട്. മൻസൂർ അലി കാപ്പിങ്ങലെ പോലുള്ളവരൊക്കെ കമ്മീഷന് മുമ്പാകെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ലിസ്റ്റ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ആംഡ് SI പോലെയുള്ള ലിസ്റ്റുകളിൽ ഫിസിക്കലുള്ളിടത്തൊക്കെ ആളുകളെ മാക്സിമം കൂട്ടിയെടുക്കണം. അതനുസരിച്ചാണ് 2021, 2022 ശേഷം, നമ്മുടെ കൊറോണയ്ക്ക് ശേഷം കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ഇപ്പോൾ PSC നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, പകുതി ആളുകളെ പോലും അഡ്വൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള SI ഈ പറയുന്ന 2755 പേര് ലിസ്റ്റിലുള്ളതിൽ നിന്നും ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാൻ PSC കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരു പ്രശ്നത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ചുരുക്കുകയാണ്. അല്ലാതെ ചെറിയൊരു രീതിയിലൊന്നും അല്ല ചുരുക്കുന്നത്, വെട്ടിച്ചുരുക്കുകയാണ് മാക്സിമം. അതായത് പ്രീവിയസ് അഡ്വൈസ് വെച്ച് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു 20-30% ആളുകളെ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതിലൂടെ മാക്സിമം ആ ലിസ്റ്റിൻ്റെ ഒരു 80%-ഓളം ആളുകൾക്ക് ജോലി നൽകാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് PSC ഇത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. മാത്രവുമല്ല, ഇപ്രാവശ്യം ഈ പറയുന്ന 2024 വരുന്ന ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റുകൾക്ക് 2024 ശേഷം വരാൻ പോകുന്ന 25 വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ പെടുന്നവർക്ക് സംവരണ വിഭാഗത്തിന് സപ്ലിമെൻ്ററിൽ നിന്ന് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെയിൻ ലിസ്റ്റിൽ ആൾ കുറവാകുന്നുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ അവിടെ PSCക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വേക്കൻസി എങ്കിലും അടുത്ത വർഷത്തേക്ക് എടുത്തു വെക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം UPSC തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ പറയുന്ന കാസർഗോഡ് കോഴിക്കോടൊക്കെ ലിസ്റ്റ് പൂർണ്ണമാകും. അപ്പോൾ എന്ത് ചെയ്യും, 2025 ഒക്ടോബറോട് കൂടിയാണ് ഈ പറയുന്ന UPSC റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തേക്ക് ഒരു 50 പോസ്റ്റെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിയും. സോ ഈ +50-ലാണ്
നമ്മൾ റാങ്ക് ലിസ്റ്റ് തുടങ്ങുന്നത്. സോ ആ ഡിസംബറിനുള്ളിൽ തന്നെ ഒരു 50 പേർക്ക് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 50 എന്ന് ഞാനൊരു നമ്പർ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനോടടുത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയും. ഇതുപോലെ തന്നെയായിരുന്നു SIയുടെ കാര്യം. ലിസ്റ്റ് വരുമ്പോഴേക്കും ഇപ്പോൾ 2019 ലിസ്റ്റ് ഒരുപാട് കാലത്തിന് ശേഷം നടന്നതുകൊണ്ട് 2019 നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റിൽ 250ഓളം വേക്കൻസി തുടക്കത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് 600 സംതിങ് പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് PSC. ഇവിടെ ഇപ്പോൾ പുതിയ ലിസ്റ്റിൽ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് PSC ആ ഡയലമ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ടാക്ടിക്സാണ് മാക്സിമം, അതായത് SI ആമഡൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നോക്കുമ്പോൾ അതിൻ്റെ 5% ആളുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ അതും അവിടെ ഒരു ഫിസിക്കൽ എക്സാം ഉണ്ട്. ഈ ഫിസിക്കൽ എക്സാം കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിലെ 52 പേരിൽ ഒരു 15 പേര് അല്ലെങ്കിൽ 20 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ബാക്കിയാവുക എൻ്റെ ഒരു ഇതിൽ. കാരണം 40% മാക്സിമം ഫിസിക്കലിൽ ഒരു വിജയ ശതമാനം കാണാവുന്നത്. ഇതുവരെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, 40% മുകളിൽ പോയിട്ടില്ല. സോ അല്ലെങ്കിൽ അതിനോടടുത്തായിരിക്കും. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 20-ന് മുകളിൽ പോകാനുള്ള സാധ്യതയില്ല. സോ അത്ര ആളുകൾ മതി. അത്ര ആൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കുറച്ചെങ്കിലും വേക്കൻസി കണ്ടെത്താൻ കഴിഞ്ഞാലോ അത് അടുത്ത നോട്ടിഫിക്കേഷനിൽ ഉപകാരപ്പെടും എന്ന രീതിയിലുള്ള പുതിയൊരു ടാക്ടിക്സാണ് ഇവിടെ PSC ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല 2026, 25 കഴിഞ്ഞ് 26 കൂടി ഇലക്ഷൻ വരും. സോ ഈ ഒരു 2025-ലും 26-ലും ഗവൺമെൻറ് നേരിടാൻ പോകുന്ന പ്രശ്നം 50% പോലും PSCക്ക് 50% പോലും വേക്കൻസികൾ നികത്താൻ PSCക്കും ഗവൺമെൻറ്റിനും ആവില്ല എന്നൊരു പ്രചാരണം അത് ഗവൺമെൻറ്റിനെ ആണെങ്കിലും PSCനെ ആണെങ്കിലും അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു പ്രശ്നം ഉയർത്താൻ ഇതിപ്പോൾ കട്ട് ഓഫ് കൂടിയെന്ന് പറയുമ്പോൾ പഠന നിലവാരം കൂടിയെന്നാണ് ബാക്കി പുറത്തിരിക്കുന്ന എല്ലാ ജനങ്ങളും വിചാരിക്കുക. സോ അതുകൊണ്ട് തന്നെ അതൊരിക്കലും മൊത്തത്തിലുള്ള ജനങ്ങളെ ബാധിക്കില്ല. എല്ലാവർക്കും ജോലി, അതായത് കട്ട് ഓഫിന് മുകളിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് 2026, 25, 26 എന്നൊരു നിലയിലേക്ക് കാര്യം വന്നാൽ PSCയും ഗവൺമെൻറ്റും ഒക്കെ സേഫാണ്. പക്ഷേ ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് വേക്കൻസി കുറവാണ്, അതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ അടുത്ത 5 വർഷം കൊണ്ട് ഈ ഒരു കഴിഞ്ഞ ഈ 2022 മുതൽ 2024 വരെ ഉണ്ടായ അതേ രീതിയിലുള്ള വേക്കൻസി ആയിരിക്കും വരിക എന്ന് പ്രവചിച്ചറിയാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് PSC തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന 2024 മുതൽ 28 വരെ അല്ലെങ്കിൽ 25 വരെ അല്ലെങ്കിൽ 2026, 25-ലൊക്കെ എത്ര വേക്കൻസി വരാൻ പോകുന്നു എന്ന റിപ്പോർട്ട് PSC കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഇത് ശരിയായ രീതിയാണോ എന്ന് നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ് പറയേണ്ടത്. അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങളും എല്ലാം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് മാത്രം പറയുന്നു. സോ ഈ ഒരു ട്രെൻഡിലാണ്. അതുകൊണ്ട് ഹൈ കട്ട് ഓഫ് ഇനി എല്ലാ എക്സാമിനും നിങ്ങൾ പ്രതീക്ഷിക്കുക. അതിൽ കുറഞ്ഞൊരു കട്ട് ഓഫ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. സോ താങ്ക് യു. അതായത് ഈ കട്ട് ഓഫിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. SI ആമഡിന് 43 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കട്ട് ഓഫെങ്കിൽ അത് 50-ൻ്റെ മുകളിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആമഡിൽ 47 ഇപ്പോഴത്തെ കട്ട് ഓഫ്. അത് മുമ്പ് 42 ഒക്കെ ആയിരുന്നു. വയനാട് LPST വയനാട് 10 മാർക്കോളം മാറ്റം ഡിഫറൻസ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട മാത്രമാണ് 0.33 മാർക്ക് മാത്രമാണ് കൂടിയത്. വയനാടിലും 10 മാർക്കോളം കൂടിയിട്ടുണ്ട്. 53.33 ഉള്ളായിരുന്നത് 62.33 UPST വയനാട് മാറിയിട്ടുണ്ട്. സോ വലിയൊരു രീതിയിലാണ് കട്ട് ഓഫ് വരുന്നത്. പ്രത്യേകിച്ചും അഡ്വൈസ് കുറയുന്ന പോസ്റ്റുകളിലാണ് ഇങ്ങനെ നടക്കുന്നത്. അഡ്വൈസ് കുറവുള്ള ജില്ലകളിലും അഡ്വൈസ് കുറയുന്ന പോസ്റ്റുകളിലും ഇത്തരത്തിലുള്ള 10% മുതൽ 40% വരെ ലിസ്റ്റ് വെട്ടിച്ചുരുക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് കട്ട് ഓഫ് 5 മാർക്കും 10 മാർക്കും ഒക്കെ ആയിട്ട് ഉയരുന്നുണ്ട്. സോ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക, ഹൈ കട്ട് ഓഫിന് വേണ്ടി പഠിക്കുക. അപ്പോൾ ഇവിടെ ഇനി വരാൻ പോകുന്നത് ഒരു തരത്തിൽ മത്സരം കടുക്കുകയാണ്. കാരണം വേക്കൻസി കുറയുന്നു, ലിസ്റ്റ് ചെറുതാവുന്നു. സോ മത്സരവും കടുക്കാൻ പോവുകയാണ്. സോ വളരെ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. സോ അതിനനുസരിച്ച് പഠിക്കുക, മുന്നേറുക, നന്നായിട്ട് പ്രയത്നിക്കുക. താങ്ക് യു.